നമസ്കാരം കുമാർജി. ജ്യോതിർ ഘോഷ് നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ ബംഗാൾ എക്സ്പെർട്ടാണ് ജ്യോതിർ ഘോഷ്. കഴിഞ്ഞ തവണ ഇല്ല, ഇല്ല. നമ്മളൊരു വീഡിയോ ആ, ചെയ്തിരുന്നു ചെയ്തു. ബംഗാളിനെ അതെ, കുറിച്ചിട്ട്. അതെ. ഞാൻ നമിക്കണു. അപ്പം ഇത്തവണ ഞാൻ ചോദിക്കാം. ഇത്തവണ ഈ ബംഗാളിലെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം. കാരണം ഞാൻ 2006 തൊട്ടുള്ള കണക്കുകളാണ് നോക്കിയത്. 2006 ആണല്ലോ CPM-ന്റെ അതെ, അവസാനത്തെ തെരഞ്ഞെടുപ്പ് വിജയം 2006-ലായിരുന്നു. അതെ. അന്ന് ബംഗാളിൽ 82% പോളിംഗ് ആണ് നടന്നത്. CPM-ന് 176, ലെഫ്റ്റ് ഫ്രണ്ടിൽ 176 വോട്ട് സീറ്റ് കിട്ടി. പിന്നെ കോൺഗ്രസ്സിന് 21 സീറ്റ്. ദെൻ മറ്റ് ചെറിയ കക്ഷികളൊന്ന് ഈ തൃണമൂൽ കോൺഗ്രസ് ഒന്നും അന്നൊരു ശക്തിയായിരുന്നില്ല അന്ന്. ദെൻ CPM-ന് അന്ന് എത്ര ശതമാനം വോട്ടാണ് കിട്ടിയെന്ന് അറിയാമോ? ഈ 40% മുകളിൽ വോട്ട് കിട്ടിയിരുന്നു അന്ന്. ദെൻ 2011-ലാണ് ഇത് മാറ്റം ആരംഭിച്ചത്. അന്ന് ബംഗാളിൽ 84.53% പേരാണ് വോട്ടിംഗ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ്സിന് 1.85 കോടി വോട്ട് കിട്ടി. അവർക്ക് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 38%-ലധികം വോട്ട് കിട്ടി. 39% എന്ന് വയ്ക്കാം. 184 സീറ്റ് കിട്ടി. അവിടുത്തെ 34 വർഷം ഭരിച്ചിരുന്ന CPM 40 സീറ്റിൽ ഒതുങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 42 സീറ്റ് കിട്ടി. ദെൻ 2016 ഭരണവിരുദ്ധ തരംഗം ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ അന്ന് ടേൺ ഔട്ട് 83%. 83.02%. തൃണമൂൽ കോൺഗ്രസ്സിന് 211 സീറ്റ് കിട്ടി. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 44 സീറ്റ് കിട്ടി. CPM-ന് 19.75% വോട്ട്, 26 സീറ്റും കിട്ടി. ദാറ്റ് വാസ് ഇൻ 2016. 2021 82% പോളിംഗ് ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ്സിന് 215 സീറ്റ് കിട്ടി. 215 സീറ്റ്സ്. അതുവരെ പിക്ചറിൽ ഉണ്ടാവാതിരുന്ന BJP 77 സീറ്റുമായിട്ട് രണ്ടാം സ്ഥാനം തോന്നുന്നു. വേറെ മൂന്നാം സ്ഥാനത്ത് ആരും ഇല്ല പറയാനായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നലെ പറഞ്ഞ പോലെ 92% വോട്ടാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയാണ് കഥ ഇതുവരെ എന്ന് പറയും. ബാക്കി ജ്യോതിർ ഘോഷ് പറയണം, ഇത് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും? 92.93% ഫസ്റ്റ് ഫേസ് ആണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫേസ് 29-ലാണ് വരുന്നത്. ഏപ്രിൽ 29-നാണ് വരുന്നത്. ഒരു പക്ഷേ ഇതേ ലെവലിൽ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കാട്ട് കൂടുതൽ ആകാനാണോ സാധ്യതയുള്ളത്. ഇതിനകത്ത് ഇത്രയും കൂടുതൽ പോളിംഗ് വരാനൊരു കാരണമെന്ന് തോന്നുന്നത് ആൾക്കാരുടെ ഇടയിൽ വളരെ അധികം ആശങ്ക ഉണ്ടായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പൗരത്വത്തിന് എന്തെങ്കിലും ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ബംഗാളികൾ, വോട്ടിംഗ് അവകാശമുള്ള ബംഗാളികൾ വോട്ട് ചെയ്യാനായിട്ട് ബംഗാളിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ പോളിംഗ് ശതമാനം കൂടാനായിട്ട് ഈ ഒരു ആശങ്ക ആൾക്കാരെ നയിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം. മറ്റൊന്ന്, ഈ പ്രചാരണ രംഗത്തുള്ള BJP-യുടെയും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇതുവരെ വെസ്റ്റ് ബംഗാൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാശിയും ചൂടും ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഈ രണ്ട് ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇതിലെ ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച ഷിഫ്റ്റ് വരുന്നത് 2011-ലായിരുന്നു. ആ 2011 അന്ന് CPM-ന് ഈ പറഞ്ഞതുപോലെ 30% വോട്ടായിരുന്നു അന്ന് വെസ്റ്റ് ബംഗാളിൽ CPM-നുണ്ടായിരുന്നു. അടുത്ത 2016 എത്തിയപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു 11% എത്രയായിട്ടും 19% കുറഞ്ഞു. അത് 2021 വന്നപ്പോഴത്തേക്ക് വെറും 4% കുറഞ്ഞിരിക്കും. 2011 BJP നേടിയ വോട്ടെന്ന് പറയുന്നത് 4% ആ ഒരു ജമ്പ് നോക്കണം. ആ ജമ്പിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ൽ നിന്ന് 19-ലേക്ക്. 19-ൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം
ഈ 2016-ന് 18 എത്തിയപ്പോഴത്തേക്ക് 38% ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു. ഇപ്പോഴും 10% ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ജമ്പിൻ്റെ പ്രൊപ്പോർഷൻ ഒരു 10%-ൽ കൂടുതലാണ് ബി ജെ പിക്ക് ഓരോ തവണ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ 38% ഇപ്പം ഉള്ള ബി ജെ പി ഈ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിനെ കവച്ച് വെച്ച് പോകാനായിട്ടുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇപ്പം ഈ മമതയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരുമൊക്കെ ആയിരുന്നു മമതയുടെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ബി ജെ പിയുടെ ഏറ്റവും വലിയ മുഖ്യമായ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷയില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല IG കൗർ ആശുപത്രിയിലെ മെഡിക്കൽ ആശുപത്രിയിലെ ഒരു ഡോക്ടർ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട സംഭവം, പിന്നെ ഡോക്ടറുടെ അമ്മ മത്സരിക്കുന്നുണ്ട്. അതുപോലെ സന്ദേശ് ഖാലി സംഭവം, ഷാജഹാൻ ഖാൻ മന്ത്രി അദ്ദേഹത്തിനെതിരെയുള്ള സംഗതി. അപ്പോൾ ഇതൊക്കെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സംഗതിയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ മമത വളരെ ഒഫൻസീവായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ഹൈലി ഒഫൻസീവായിരുന്നു. അത്രയ്ക്കുള്ളൊരു ഒരു ആക്രമണം തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇപ്പം കോൺഗ്രസും ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും കൂടെ എനിക്ക് തോന്നുന്നു ഏറി വന്നു കഴിഞ്ഞാൽ 5-6% അല്ലെങ്കിൽ 4-5% ചുരുങ്ങാനാണ് സാധ്യത. CPM കോൺഗ്രസ് ഇപ്പം CPM ഇപ്പോൾ നിലവിലുണ്ട് 2021 4.something ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 3.something കണ്ടായിരുന്നത്. രണ്ട് കൂട്ടർക്കും കൂടി 7%-7.5% വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ കുറയാനാണ് സാധ്യത. അപ്പം ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് അപ്രസക്തമായ ഒരവസ്ഥയിലേക്ക് CPM-ഉം കോൺഗ്രസും ബംഗാളിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ബി ജെ പിയുടെ ഈ പ്രചരണവും അതോടൊപ്പം തന്നെ ഗുണ്ടായിസം അതാണ് മറ്റൊരു സംഗതിയായിട്ട് പിന്നെ എടുത്ത് ഉയർത്തിക്കാട്ടുന്നത്. അതുപോലെ ഒരു പരിധിവരെ ശരിയുമാണ്. കാര്യം ഈ ഷാജഹാൻ ഖാൻ്റെ ഈ സന്ദേശ് ഖാലി സംഭവമൊക്കെ കാരണം ഓരോ പ്രദേശത്തും ഓരോ ഗുണ്ടാ നേതാവിനെ ബി ജെ പിയുടെ അല്ല ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഗുണ്ടാ നേതാവിനാണ് കാര്യങ്ങൾ നയിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ 1ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് പല ബൂത്തുകളിലും ബൂത്ത് റിഗിങ് സംഗതികൾ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വീഡിയോസ് കാണുകയുണ്ട്. അതായത് ഈ ബാലറ്റ് ബോക്സസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒക്കെ എടുത്തുകൊണ്ട് ഓടുന്ന സാധനങ്ങളും അതേപോലെ എനിക്ക് തോന്നുന്നു സുവേന്ദു അധികാരിയെ ഓടിച്ചിട്ട് തല്ലുന്ന ചിത്രങ്ങളൊക്കെ ഇന്നലെ കാണുകയുണ്ടായി. വ്യാപകമായ ആക്രമണങ്ങൾ ഇന്നലെ പല ഭാഗത്തും ഈ വോട്ടിങ്ങിന് ശേഷം വോട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ അവിടെ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗുണ്ടാ സാന്നിധ്യത്തിൻ്റെ ഈ ആരോപിക്കപ്പെടുന്ന ഗുണ്ടാ സാന്നിധ്യം അവിടെ ശരിക്കും ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു 3 വർഷത്തെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് സാധനങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിലുള്ള കുടിയേറ്റം പിന്നെ 80 ലക്ഷത്തിലേറെ വോട്ടുകൾ ഇപ്പോൾ SIR വന്നിട്ട് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ അതെല്ലാം ഈ SIR ഒഴിവായതും പിന്നെ അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞുപോറ്റവും ഇതെല്ലാം മമതയ്ക്കെതിരെയാണ് വരുന്നത്. ഇതെല്ലാം മമതയ്ക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നൊരു കേസുകളാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഈ 2011 മുതൽ ഈ 4, 19, 38 ഇങ്ങനെ ആ ഒരു ഡിഫറൻസിലേക്ക് ഈ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ച് വെച്ച് നോക്കുമ്പോൾ മമതയ്ക്ക് ഇപ്രാവശ്യം കടന്നുകൂടാൻ ചിലപ്പോൾ ഒരു പക്ഷേ പ്രയാസമായിരിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. ജ്യോതിർ ഘോഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം 3 തവണയായി മമതാ ബാനർജി ബംഗാൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ 3 തവണ അതായത് 15 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എടുത്തു പറയത്തക്ക എന്തെങ്കിലും നേട്ടങ്ങൾ സാമ്പത്തിക മേഖലയിലോ കാർഷിക മേഖലയിലോ അതല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലോ കാണിക്കാനുണ്ടോ അവർക്ക്? അത് ഇല്ലയെന്ന് മാത്രം. അത് ഇത്ര അറിയണമെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് നോക്കിയാൽ മതി. ഈ ബംഗാളിൻ്റെ നേട്ടം അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് ജസ്റ്റ് നോക്കി പെരുമ്പാവൂരേക്ക് നോക്കിയാൽ മതി. 2 ലക്ഷം ബംഗാളികളുണ്ടെന്നാ പറയുന്നത് പെരുമ്പാവൂര്. മാത്രമല്ല ഇപ്പൊ ഇവിടെ ഒരു നമുക്ക് ഏത് ചെറിയ പണി ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഒരു ലോക്കൽ ഭാഷയുടെ പ്രയോഗം തന്നെയായി മാറി ഒരു ബംഗാളിയെ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ പിന്നെ ഇലക്ഷൻ്റെ ഈ പല റിപ്പോർട്ടുകളും കേൾക്കുന്നതിനിടെ പറഞ്ഞതാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ
ഈ ബംഗാളികൾ കൽക്കട്ടയിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുള്ള സാധനം. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ധാരാളം ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് 30 വർഷം CPM ബംഗാളിൽ എന്ത് ചെയ്തു, അതിനുശേഷം 15 വർഷം മമത എന്ത് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും അധപ്പതിച്ച് കിടക്കുന്ന ഒരു സംസ്ഥാനം ഈ രീതിയിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ട് ഇപ്പോൾ എന്തെല്ലാം സംഗതികൾ ഇപ്പോൾ കൾച്ചറലി, ഇൻഡസ്ട്രിയലി ഈ രീതിയിലെല്ലാം വളരെയധികം മുമ്പിൽ നിന്നൊരു സംസ്ഥാനമല്ലേ ഇത്.